എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വിസിൻ പവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. വീഡിയോ ആയ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 25 into 32 ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അപ്പം ആ മെത്തേഡ് പറയുന്നതിന് മുമ്പ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചേക്കുന്ന മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതൊന്നാദ്യം സോൾവ് ചെയ്ത് നോക്കാം. എത്രയാണ് ഉത്തരം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം സ്കൂളിൽ പഠിച്ചേക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്? 25 into 32 അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം ഈ 32ന്റെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ കൊണ്ട് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കും. അപ്പൊ എത്ര വരും? 5 അല്ലെങ്കിൽ 2 into 5 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. റിമൈൻഡർ 1 ഉണ്ട്, അല്ലെങ്കിൽ ക്യാരി 1 ഉണ്ട്. ഇനി 2 into 2 എന്ന് പറയുന്നത് 4 അല്ലെ. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. ആ 4ന്റെ കൂടെ ഈ ക്യാരി ഓവർ ആയിട്ടുള്ള ഇവിടുന്ന് കിട്ടിയ 1 ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 2 into 2 4 plus 1 ചെയ്യുമ്പോൾ 5 വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഇവിടെ പ്ലസ് ഇടുക. ഇനി അടുത്തത് ഈ സെക്കൻഡ് ഡിജിറ്റിന്റെ 10th പ്ലേസിലുള്ള നമ്പർ എടുക്കുക. അത് 3 ആണ് 10th പ്ലേസിൽ കിടക്കുന്നത്. ഇനി 3 കൊണ്ട് ഈ ഓരോ ഈച്ച് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഈ ക്യാരി നമ്മൾ എടുത്തു കഴിഞ്ഞ ഒന്ന് ക്യാൻസൽ ചെയ്തു. ഇനി 3 into 5 എത്രയാ? 3 into 5 എന്ന് പറയുന്നത്, അപ്പോ ഈ 10th പ്ലേസിലെ ഡിജിറ്റ് ആണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തതെങ്കിൽ നമ്മൾ ഈ വൺസ് പ്ലേസിലുള്ളത് 0 ഇടുക. എന്നിട്ട് ബാക്കി കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഈ 10th പ്ലേസ് തൊട്ട് എഴുതാവുള്ളൂ. അപ്പൊ 3 into 5 എന്ന് പറയുന്നത് എത്രയാ? 15 ആണ്. 3 into 5 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോ 15ന് 5 വൺസ് പ്ലേസിലെ 5 എഴുതി, 1 ക്യാരി ഉണ്ട്. ഇനി 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ കൂടെ ഈ ക്യാരിയായ 1 കൂടെ നമ്മൾ ആഡ് ചെയ്ത് 6 plus 1 എത്രയാ? 7 എന്ന് നമ്മൾ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ആഡ് ചെയ്യുക. ഈ രണ്ട് ഡിജിറ്റ്സിനെ ആഡ് ചെയ്യുമ്പോൾ 0 plus 0 എന്ന് പറയുന്നത് 0 ആണ്. 5 plus 5 എത്രയാ? 10 ആണ്. 10ന് 0 എഴുതി, 1 ക്യാരി എഴുതി. ഇനി 7 plus 1 എന്ന് പറയുന്നത് എത്രയാ? 8. 7 plus 1 എന്ന് പറയുന്നത് 8. അപ്പോ 25 into 32 എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 800 ആണ് അല്ലെ. ഇത് നമ്മുടെ സ്കൂളിൽ പഠിച്ചേക്കുന്ന മെത്തേഡാണ് ഇപ്പൊ കാണിച്ചത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഷോർട്ട് കട്ട്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷോർട്ട് കട്ട്സിൽ നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ മെത്തേഡ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ മെത്തേഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരത്തെ എഴുതിയതുപോലെ 25 into 32 അല്ലെ. 25 into 32 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തമ്മിൽ വൺസ് പ്ലേസിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5 into 12 2 into 5 എന്ന് പറയുന്നത് എത്രയാ? 10 ആണ് അല്ലേ. അപ്പൊ അതിന്റെ 0 എഴുതി, 1 ക്യാരി ആയിട്ട് ഞാൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ ആഡ് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 into 2 ചെയ്യാം. ആദ്യം 2 into 2 ചെയ്യാം, പ്ലസ് 3 into 5 plus 3 into 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്നതിനെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എത്ര? 2 2s എന്ന് പറയുന്നത് 4 plus 5 3s 15. അപ്പോൾ ഇത് നമുക്ക് 19 കിട്ടും. പക്ഷെ 19ന്റെ കൂടെ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഒരു ക്യാരി 1 വന്നായിരുന്നു. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഉത്തരം വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ 20 വരും. 20യുടെ 0 നമ്മൾ എഴുതി, ഈ ക്യാരി പോയി, നെക്സ്റ്റ് ക്യാരി ആയ 2 വന്നു. ഇത് ചെയ്യേണ്ടത് ഈ 10th പ്ലേസിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 10th പ്ലേസിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 into 2 ചെയ്യുമ്പോൾ എത്ര വരും? 6 വരും അല്ലേ. 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ കൂടെ ഈ ക്യാരി കൂടെ ആഡ് ചെയ്യാം. 6ന്റെ കൂടെ ക്യാരി ആയ 2 ആഡ് ചെയ്യുമ്പോൾ 8 വരും. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ നോക്കൂ. ആദ്യം നമ്മൾ സാധാ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് 800 ആണ്. നമ്മുടെ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരം 800 തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മെത്തേഡ് കൂടെ നോക്കാം. ഒരു മെത്തേഡ് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാവുന്നത് ഒരു മെത്തേഡ് നമ്മൾ ആദ്യം കണ്ടു. ഇനി നമുക്കൊരു മെത്തേഡ്
2ലേക്ക് പോവാം. മെത്തേഡ് 2 എന്ന് പറയുന്നത് ഒരു ബോക്സ് മെത്തേഡാണ്, ഒരു ബോക്സ് മെത്തേഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് എത്രയാ 25ഉം 32ഉം അല്ലെ. ഞാനത് ഇങ്ങനെ എഴുതി 25ഉം 32ഉം. ഇതിനെ അകത്തായിട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചു. ഇങ്ങനെ 4 കോളമുള്ള ഒരു ബോക്സ് ആയിട്ട് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിന്റെ ഈ അറ്റത്ത് നിന്ന് തുടങ്ങി ഈ സെന്ററിലൂടെ എങ്ങനെ ഒരു വര വരച്ചു. അതേപോലെ തന്നെ ഈ ബോക്സിന്റെയും അതേപോലെ തന്നെ വരച്ചു. കണ്ടോ, എല്ലാ ബോക്സസിനെയും സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ 5 into 3 ചെയ്യണം. ആദ്യം ഈ ബോക്സ് നമ്മൾ ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഇതിന് നേരെ കിടക്കുന്ന 5ഉം ഇതിന് നേരെ കിടക്കുന്ന 3യും കൂടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 3 എന്ന് പറയുന്നത് 15 ആണ്. 5 into 3 എന്ന് പറയുന്നത് 15 ആണ്. ഈ വരയുടെ താഴെ എഴുതേണ്ടത് ഈ വൺസ് പ്ലേസിലുള്ള 5 ആണ്. ഈ വൺസ് പ്ലേസിലുള്ള 5 ആണ് എഴുതേണ്ടത്. ഇവിടെ എന്താ എഴുതേണ്ടത്, മുകളിൽ എഴുതേണ്ടത് ടെൻസ് പ്ലേസിന്റെ സ്ഥാനമാണ്, ടെൻസ് പ്ലേസിന്റെ നമ്പറായ 1. 5 into 3 എന്ന് പറയുന്നത് 15. കണ്ടോ, 5 into 3 എന്ന് പറയുന്നത് 15. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഇതിന്റെ നേരെ കിടക്കുന്ന 5ഉം ഇതിന്റെ നേരെ കിടക്കുന്ന 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 5 into 2 എത്രയാ, 5 2s are 10 ആണ്, 10. അപ്പോ ഇതിന്റെ വൺസ് പ്ലേസ് എന്ന് പറയുന്നത് 0 ആണ്. 0 നമ്മൾ ഈ വരയുടെ താഴെ എഴുതി. അതേപോലെ ടെൻസ് പ്ലേസിൽ കിടക്കുന്നത് 1 ആണ്, അത് നമ്മൾ മുകളിൽ എഴുതി. ഇനി അടുത്തത്, അപ്പോ ഈ സെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഈ സെറ്റിലേക്ക് വരുമ്പോൾ ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതിന് നേരെ കിടക്കുന്ന 2ഉം ഇതിന് നേരെ കിടക്കുന്ന 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 എത്രയാണ്, 6 അല്ലെ. അപ്പൊ ഇതിന് വൺസ് പ്ലേസ് മാത്രമേ ഉള്ളൂ, ടെൻസ് പ്ലേസ് ഇല്ല. അപ്പൊ ടെൻസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ 0 6 എന്ന് പറയുന്നതും 6 എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ. 6 എന്ന് പറയുന്നതും 0 6 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ വൺസ് പ്ലേസിൽ കിടക്കുന്ന 6 ഈ വരയുടെ താഴെ എഴുതി അല്ലെ, താഴെ എഴുതി. മറ്റേ എവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല അങ്ങനെ 0 ഇടണമെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് 0 എഴുതാം. ഇനി ഈ ബോക്സ് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിന് നേരെ കിടക്കുന്ന 2ഉം ഇതിന് നേരെ കിടക്കുന്ന 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇതിന് നേരെ കിടക്കുന്ന 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 2 2s are എത്രയാ, 4 അല്ലെ. 2 2s are 4 ആണ്. 2 2s are 4 ആണ്, അത് 0 4. അപ്പോൾ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഇത്രയും ബോക്സ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സെറ്റിനെയും നമ്മൾ അല്ലെങ്കിൽ ഈ ഓരോ ബോക്സ് ഇങ്ങനെ വരുന്ന ഓരോ ബോക്സിനെയും നമ്മൾ ആഡ് ചെയ്യണം. ഇതിൻ്റെ അകത്തുള്ള ഡേറ്റാസിനെ നമ്മളെല്ലാം ആഡ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ വേറെ ഒന്നുമില്ല, അപ്പോൾ 0 തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ എത്ര എണ്ണം, 5 + 1 + 4 എന്ന് പറയുന്നത് 5 + 1 6, 6 + 4 എന്ന് പറയുന്നത് 10 ആണ്. 10 into 0യും ഈ ഇവിടുന്ന് കിട്ടുന്ന ക്യാരി ഓവർ ആയ 1നെ ഞാൻ ഇവിടെ കൊടുത്തു. അത് നമ്മൾ ഇതിന്റെ കൂടെ വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 + 1 2, 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഈ ബോക്സിന്റെ സെറ്റിന്റെ അകത്ത് 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് 800 തന്നെയായിരുന്നു നമ്മുടെ സാധാ മെത്തേഡ്. മെത്തേഡ് 1 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അവിടെ നമുക്ക് 800 വന്നു. ഈ മെത്തേഡ് 2 ഉപയോഗിച്ച് നമുക്ക് 800 ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേഗം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ സ്പീഡ് എന്താണെങ്കിലും കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, 2 ഡിജിറ്റ് നമ്പറിന്റെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 72 into 36 എന്ന് പറയുന്നത് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അത് സ്ട്രെച്ചിൽ നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചായിരുന്നു. അതിൽ മെത്തേഡ് 1ഉം ചെയ്ത് നോക്കാം, മെത്തേഡ് 2ഉം നമുക്ക് ചെയ്ത് നോക്കാം. എത്ര ഉത്തരം ഏതൊക്കെ ഉത്തരം നമുക്ക് കിട്ടുമെന്നറിയാം. അപ്പൊ മെത്തേഡ് 1ലും മെത്തേഡ് 2ലുമാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, മെത്തേഡ് 1ൽ നമ്മൾ ഇങ്ങനത്തെ 72ഉം അതിന്റെ താഴെ 36 എന്നും എഴുതുക അല്ലെ. എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ വൺസ് പ്ലേസിലുള്ളതിനെ ആദ്യം നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ 6 into 2, 6 2s are എന്ന് പറയുന്നത് 12 ആണ്. അതിന്റെ വൺസ് പ്ലേസിലെ 2ഉം ടെൻസ് പ്ലേസിലെ 1 ക്യാരി ആയിട്ട് കൊടുത്തു. 6 2s are 12, 1 ക്യാരി ആയിട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു അല്ലെ, ഇങ്ങനെ ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യണമായിരുന്നു. അപ്പൊ എന്താ, 7 into 6 പ്ലസ് ഇത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് 3 into 2 ചെയ്യാം.
അപ്പൊ എന്ന് വരും 7 6 r എന്ന് പറയുന്നത് 7 6 r എത്രയാ 7 6 r 42 ആണ് പ്ലസ് 3 into 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എത്രയാ 48 വരും അല്ലേ. 42 പ്ലസ് 6 എന്ന് പറയുന്നത് 48 വരും. 48 നമുക്ക് ഇവിടെ വന്നു, പക്ഷെ ഇവിടെ ഒരു ക്യാരി ഉണ്ട്. അപ്പോ നമ്മൾ പ്ലസ് 1 ചെയ്യുമ്പോൾ എത്ര വരും 49 വരും. ഇതിലെ 49 കിട്ടിയ ഉത്തരത്തിൽ ഈ 9 നമ്മൾ ഇവിടെ എഴുതും. ഈ ക്യാരി കട്ട് ചെയ്തിട്ട് അടുത്ത ക്യാരി ആയ 4 നമ്മൾ കൊടുത്തു. ഇന്ന് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? അപ്പോൾ ഇത് ഇത്രയും സെറ്റ് കഴിഞ്ഞു. ഇനി സെറ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു അല്ലെ. 7ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തത് എന്ത് കിട്ടും? 7ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 3s എന്ന് പറയുന്നത് 21 ആയിരുന്നു. 7 3s എന്ന് പറയുന്നത് 21 ആണ്. അതിന്റെ കൂടെ 4 കൂടി ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 25 ആണ് കിട്ടുന്നത്. അപ്പം ഇതായിരിക്കും ഈ 72 into 36 എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2592 ആണ്. അപ്പോൾ ഇത് ശരിയാണോ നമുക്ക് അടുത്ത മെത്തേഡിൽ നിന്ന് ചെയ്ത് നോക്കാം അല്ലെ. അടുത്ത മെത്തേഡ് 2 എന്ന് പറയുന്നത് ഒരു ബോക്സ് മെത്തേഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന് 72 എന്ന് എഴുതി 36 എന്ന് എഴുതി ഇതിനെ ബോക്സ് ആയിട്ട് വരച്ചു. 4 ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ എൻഡിൽ ഈ എൻഡിലേക്ക് കണക്ട് ചെയ്തു. ഈ ബോക്സും ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പം ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വന്നു? 2 into 3 എന്ന് പറയുന്നത് 6 ആണ്. 6നെ നമ്മൾ 06 എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 6 താഴെയും 0 മുകളിൽ വരുന്നു. ഇനി ഈ ബോക്സ് ഫില്ല് ചെയ്യാനായിട്ട് 2 into 6 ചെയ്യാം. 6 into 2 അല്ലെങ്കിൽ 2 into 6 എന്ന് പറയുന്നത് എത്രയാ? 12 ആണ്. 12ലെ 12 ഇങ്ങനെ എഴുതാം. 12ലെ 2 എന്ന് പറയുന്നത് 1s പ്ലേസിലത് താഴെ വന്നു, 10s പ്ലേസിലത് മുകളിലും വന്നു. ഇനി ഈ ബോക്സ് ഫില്ല് ചെയ്യാൻ 7ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 7 3s are എത്രയാ? 21 അല്ലെ. 7 3s are 21. ഇനി ഈ ബോക്സ് 7 into 6 7 6 are 42 ആണ്. 7 6 are 42 ആണ്. അപ്പൊ നമ്മൾ ബോക്സ് എല്ലാം ഫില്ല് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് ആഡ് ചെയ്യണം. ഈ ഓരോ സെറ്റ്സിനെയും നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇതിവിടെ 2. ഇനി 6 plus 1 എന്ന് പറയുന്നത് 7. 7 plus 2 എന്ന് പറയുന്നത് എത്രയാ? 9. 7 plus 2 എന്ന് പറയുന്നത് 9. ഇനി അടുത്തത് ഈ സെറ്റ് 4 plus 1 എന്ന് പറയുന്നത് എത്രയാ? 4 plus 1 എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഈ സെറ്റിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 2 ഡയറക്റ്റ് എഴുതാം. അപ്പൊ എത്ര വന്നു? ഈ രണ്ട് ഉത്തരവും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പം ഇതിന് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ